കെ.എസ്. ചിത്ര തൻ്റെ സ്വന്തം ആഹ്വാനം പിൻവലിക്കാതിരുന്ന സ്ഥിതിക്ക് അത് എത്ര പേര് പിന്തുണച്ചു, അത് പാലിച്ചു എന്ന് ഞങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പരതി നോക്കിയിട്ട് കൃത്യമായ വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. അപ്പോൾ എന്തായിരുന്നു ചിത്ര പറഞ്ഞത്? ഈ പ്രാണപ്രതിഷ്ഠ സമയത്ത് 12:30 കഴിയുമ്പോൾ രാമനാമ ജപം നടത്തണമെന്നും വൈകിട്ട് 5 തിരിയിട്ട വിളക്കുകൾ, നിലവിളക്കുകൾ വീടിന് ചുറ്റും വെക്കണമെന്നും കത്തിച്ചു വെക്കണമെന്നുമാണ് കെ.എസ്. ചിത്ര ആഹ്വാനം ചെയ്യുന്നത്. അത് എത്ര പേർ പാലിച്ചു എന്ന് നമുക്കറിയാം, ഒരു കൗതുകം ഉണ്ടാവുമല്ലോ. പക്ഷേ അതിനെപ്പറ്റി ഒരു വലിയ പോസ്റ്റുകളോ അല്ലെങ്കിൽ ക്യാമ്പയിൻ പോലൊന്നുമോ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊന്നും ഇതുവരെ കാര്യമായിട്ട് കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഇനി വരുമായിരിക്കാം. എന്തായാലും ഈ ആഹ്വാനത്തിന് ഒരു വലിയ പ്രതികരണം ഉണ്ടായതായിട്ട് ഇതുവരെ ഞങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ വിമർശനങ്ങൾ വന്നപ്പോൾ അതിൽ ആൾക്കാർ എങ്ങനെ ചിന്തിച്ചു, വിശ്വാസികൾ ഉൾപ്പെടെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് പിന്നീട് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാൻ പറ്റുമായിരിക്കും, ഈ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഒന്നുകൂടെ വീക്ഷിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ചിത്ര ഒരു പാവം സ്ത്രീ, ഇത് അബദ്ധത്തിൽ ചെയ്തതല്ല എന്ന് വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അവർ ഇന്ന് ഫേസ്ബുക്കിൽ ചെയ്തിട്ടുണ്ട്. അതുകൂടി ഇതിനകത്ത് പറയാൻ ഉദ്ദേശിച്ചതാണ്. അതായത് പലരും അവരെ നിഷ്കളങ്കയായ ഒരു വിശ്വാസി, ഒരു സ്ത്രീ, സംഗീതത്തെ ആരാധിച്ച് സംഗീതത്തിൻ്റെ മാത്രം ജീവിതം മുന്നിൽ കണ്ട് മുന്നോട്ട് പോയ ഒരു പാവം സ്ത്രീയെ അവരെന്തോ ഒന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനെ ആക്ഷേപിക്കണോ, അവഹേളിക്കണോ എന്നൊക്കെ, ഒരു പാവമല്ലേ അവരെ വെറുതെ വിട്ടേക്കൂ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച ആൾക്കാരോട് അങ്ങനെയല്ല എന്നാണ് ഞങ്ങൾക്ക് ഇന്നും ബോധ്യമായത്. കാരണം ഇന്ന് കെ.എസ്. ചിത്ര അവരുടെ FB പേജിൽ, ഫേസ്ബുക്ക് പേജിൽ ഉച്ച കഴിഞ്ഞിട്ട് രാമഗീതം ആരംഭം എന്ന് പറയുന്ന അവരുടെ തന്നെ പാടിയ ഹിന്ദി സോങ്സ് ഉൾപ്പെടെയുള്ള ആൽബം അവരവരുടെ ഫേസ്ബുക്കിൽ അതിൻ്റെ ഓഡിയോ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓഡിയോ വീഡിയോ ചേർന്നുള്ള അവരുടെ ആൽബം 3:30 അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് രാമഗീതം എന്ന് തുടങ്ങുന്ന ആരംഭം എന്ന ആൽബത്തിലെ ഗാനങ്ങൾ. അപ്പോൾ അതിനകത്ത് ബോധപൂർവം അന്നും ചെയ്തത് ഇപ്പോഴും അതിൻ്റെ ബാക്കി ചെയ്യുന്നു എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അവളതിനെ ചോദ്യം ചെയ്യല്ല. പക്ഷേ അവരെ ഒരു നിഷ്കളങ്കയായിട്ട് പ്രതിഷ്ഠിച്ച ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ചിത്ര ചെയ്യുന്നതിൽ തെറ്റൊന്നും ഞങ്ങൾ കാണുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള ആൽബം അവർ രാമനെ പറ്റി ഇട്ടോട്ടെ, അവർ പാടിയ ആൽബങ്ങൾ ഇടട്ടെ, എന്താ അതിനകത്തൊരു തെറ്റുമില്ല. പക്ഷെ അവരെ നിഷ്കളങ്കയായിട്ട് ചിത്രീകരിക്കുന്ന ഈ സംഘപരിവാർ ഹാൻഡിലുകൾക്ക് അവരിലേക്ക് ഞങ്ങൾ ഈ വിഷയം അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ചിത്രയോട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, ബഹുമാനം മാത്രമേ ഉള്ളൂ. പിന്നെ അവർ അത് കഴിഞ്ഞിട്ട് 5:30 അവരും കെ.എസ്. ചിത്രയും കെ.എസ്. ബീനയും ചേർന്ന് പാടുന്ന ആൽബം ശ്രീരാമ സന്ധ്യാനാമം, അത് വളരെ ഫേമസ് ആണ്. ആ ആൽബത്തിൻ്റെ ഓഡിയോ വീഡിയോ അവർ 5:30 അവരുടെ ഫേസ്ബുക്ക് പേജിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞും വൈകിട്ട് 5:30 അവർ കൃത്യമായിട്ട് അവരുടെ മെസ്സേജ് ഫേസ്ബുക്കിലൂടെ അവർ പ്രചരിപ്പിച്ചു. അപ്പം നേരത്തെ ഈ ആഹ്വാനം ചെയ്തതും പ്രാണപ്രതിഷ്ഠയ്ക്ക് എന്ത് ചെയ്യണം എന്നുള്ളതും അത് ബോധപൂർവം ചെയ്തതാണ്. ഒരു സാധാരണ പാവം സ്ത്രീയുടെ ഭക്തിയുടെ അല്ലെ സംഗീതത്തിൻ്റെ ഇതുകൊണ്ട് പറഞ്ഞതല്ല എന്ന് വീണ്ടും തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇന്നിവിടെ ഒരു വാൽകഷ്ണം കൂടിയുണ്ട്. ഇന്ന് ഇവരുടെ സംഘടനയുണ്ടല്ലോ, സിനിമ പിന്നണി ഗായകരുടെ ഒരു സംഘടനയുണ്ട്, സമം എന്നാണ് അതിൻ്റെ പേര്. ആ സംഘടനയുടെ ഭാരവാഹികളുടെ ഒരു വാർത്താ സമ്മേളനം ഇന്ന് നടന്നിരുന്നു. അതിൽ ഗായകരംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട്. ശ്രീറാം, വിജയ് യേശുദാസ്, ശ്രീറാം, രാജലക്ഷ്മി, ആർ രവിശങ്കർ തുടങ്ങിയവർ ചേർന്ന് പങ്കുകൊണ്ട ഒരു വാർത്താ സമ്മേളനമാണ്. അതിൽ ഇവരുടെ സംസ്ഥാന പ്രസിഡന്റ് സംഘടനയുടെ കെ.എസ്. സുദീപിൻ്റെ നേതൃത്വത്തിലാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയത്. അതിലവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ പിന്തുണ ചിത്രയ്ക്കോ സൂരജ് സന്തോഷിനോ ഇല്ല. അപ്പം തനിക്ക് പിന്തുണ കിട്ടിയില്ല ചിത്രാ വിഷയത്തിൽ എന്ന് പറഞ്ഞ് സൂരജ് സംഘടനയിൽ നിന്ന് മാറുമെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം ചാനൽ ചർച്ചയിലും വന്ന് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ഈ ഗായക സംഘടന സമം പറഞ്ഞിരിക്കുന്നത് ചിത്രയ്ക്കോ സൂരജിനോ ഞങ്ങളുടെ പിന്തുണയില്ല. അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. പല വിശ്വാസക്കാർ, പല മതക്കാർ ഒക്കെ, പല രാഷ്ട്രീയമുള്ളവരൊക്കെ ഞങ്ങളുടെ സംഘടനയിലുണ്ട്. അതൊക്കെ അവരുടെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം. ഞങ്ങൾക്കതിനകത്ത് വിഷയമൊന്നുമില്ല. ഞങ്ങളുടെ പിന്തുണ ഈ 2 പേർക്കും ഇല്ല. ഞങ്ങൾ ഇക്കാര്യത്തിൽ ന്യൂട്രലാണ് എന്നാണ് ഈ സംഘടന ഇന്ന് വ്യക്തമാക്കിയത്. അപ്പോൾ ഇതിനകത്ത് അവരിടപെടാഞ്ഞത് എന്തുകൊണ്ടാണ്? ഇനി ശ്രീ
ഇതിൽ ചിത്രയ്ക്കെതിരെ ഒരു ഇടപെടൽ വേണ്ട എന്ന് വെച്ചിട്ടാണോ, അതോ ഒരു വിവാദം ഇനി വേണ്ട എന്ന് വെച്ചിട്ടാണോ, അതോ സൂരജ് ഇങ്ങനെ പരാതിപ്പെട്ടിട്ടും ഇടപെടാതിരുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് എന്നവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഇന്നെങ്കിലും വളരെ വൈകിയാണെങ്കിലും ഈ പട്ടികുരച്ചൻ്റെ 7-ാം പക്കം പിന്നെ കള്ളനെ അന്വേഷിക്കുക എന്ന് പറയുന്ന പോലെ ഈ ആഹ്വാനം KS ചിത്ര നടത്തിയിട്ട് എത്രയോ ദിവസങ്ങളാണ്. അതിനുശേഷം അതിനെതിരെ പിന്നെ സൂരജ് സന്തോഷ് പ്രതികരിച്ചിട്ട് എത്രയോ ദിവസമാണ്. ഇതെല്ലാം കഴിഞ്ഞ് പട്ടി കുരച്ചതിൻ്റെ 7-ാം പക്കമാണോ, പട്ടിയുടെ കുര കേട്ടു നിങ്ങളുടെ അവിടെ നിന്ന് വല്ല കള്ളനും കയറിയായിരുന്നോ എന്ന് അന്വേഷിക്കുന്നത് 7-ാം പക്കമാണോ എന്നൊരു ചോദ്യം ഇതിനകത്ത് അവശേഷിക്കുന്നുണ്ട്. സംഘടനകൾ ആർക്ക് വേണ്ടിയാണ്? സംഘടനകൾ അതിലെ അംഗങ്ങൾക്ക് വേണ്ടിയാണ്, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്. അവരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായാൽ, അംഗങ്ങൾക്കിടയിൽ ഒരു തർക്കമുണ്ടായാൽ അത് പരിഹരിക്കാൻ ഇടപെടുക, അതൊക്കെയാണ് ഒരു സംഘടനയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളൂ, ഏത് സംഘടനയായാലും, രാഷ്ട്രീയമോ മതമോ വിശ്വാസമോ തൊഴിലോ സംഗീതമോ അല്ലെങ്കിൽ അഭിനയമോ അമ്മയോ പിന്നെ മാക്ടയോ അല്ലെങ്കിൽ സമമോ ഏതുമായാലും ഒരു സംഘടന എന്തിനു വേണ്ടിയാണ് രൂപീകരിക്കുന്നത്? അതിൽ അംഗങ്ങളുടെ ക്ഷേമം, അവരുടെ തർക്കം പരിഹരിക്കുക. ഇതിലും ഞങ്ങൾ ഇടപെടുന്നില്ല, ഞങ്ങൾ ന്യൂട്രലാണ് എന്ന് പറയുന്നതിനകത്ത് ഒരു തരം ഒരു അഴകൊടുമ്പൻ ലൈനുണ്ട്. പിന്നെ ഇത്രയും വൈകി പ്രതികരിക്കുക, എന്തുകൊണ്ട് ഇതിനു മുമ്പ് പ്രതികരിക്കാൻ സമം ഭാരവാഹികൾക്ക് തോന്നിയില്ല എന്നൊരു ചോദ്യം ഇതിനകത്ത് ബാക്കിയുണ്ട്. എന്തായാലും ചിത്രയ്ക്ക് കൂടുതൽ നല്ല പാട്ടുകൾ പാടാൻ ഇനിയും കഴിയട്ടെ. ഈ ഒരു വിവാദം അവരെ ഒരു തരത്തിൽ അവരുടെ ക്രിയേറ്റിവിറ്റിയെ, അവരുടെ സർഗാത്മകതയെ ബാധിക്കാൻ പാടില്ല. മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ടുകാരിയാണ് അവർ. അവർക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. പക്ഷേ ഞാനൊരു പാവം ചിത്രയാണ് എന്ന് ഈ അനുയായികളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ചിത്ര പാവമല്ല, ചിത്രയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയില്ലെങ്കിൽ ഇന്ന് ഇങ്ങനെ ആ ചിത്ര ചെയ്യില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓക്കെ.